ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കറിയൊന്നും വേണ്ടാത്ത വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. 1 കപ്പ് മാവ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. 1.5 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് അളവിൽ മാവിട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1 കപ്പ് അളവിൽ തേങ്ങയും കൂടെ തിരികിയത് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെന്ത് വരുമ്പോഴത്തേക്കും തീ ഓഫാക്കാം. ഇറക്കി വെച്ച് ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് ഓരോ പിടിയായിട്ട് എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൈപിടിയായിട്ട് എടുത്ത് വയ്ക്കാം. ഉരുട്ടിയിട്ട് വേണം ചെറുതായിട്ടൊന്ന് കൈവിരൽ കൊണ്ട് പ്രസ് ചെയ്യാൻ. അപ്പോൾ എല്ലാം ഇതുപോലെ കിട്ടും. കയ്യിലൊട്ടാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടെ അടുത്തടുത്ത് വയ്ക്കണം. കൈ മുക്കി വേണം പിടിച്ചെടുക്കാൻ. പണ്ട് കാലത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നതും വൈകുന്നേരങ്ങളിൽ സ്നാക്സായിട്ട് ഉപയോഗിക്കുന്നതുമാണ് ഈ പലഹാരം. ഇവിടെ ഇപ്പോൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് എടുത്തു വയ്ക്കാം. എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇറക്കി വയ്ക്കാം. ഇഡ്ഡലിയൊക്കെ ചുടുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എണ്ണ താളിക്കാം. എണ്ണ ഒഴിച്ച് കടുകിടാം. കടുകിട്ടതിന് ശേഷം ചെറുതും വലുതുമായിട്ട് ഉള്ളി അരിഞ്ഞിടണം. 1 പിടി ഉള്ളി ചെറുതായിട്ടും വലുതായിട്ടും അരിഞ്ഞതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 4 5 വറ്റൽമുളക് കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഇറുത്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. തീ ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം. ഇതുപോലെ വിതറി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ചൂടാറുന്നതിന് മുമ്പേ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി ഉള്ളിയും തക്കാളിയും അരിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഉള്ളിയും തക്കാളിയും അരിഞ്ഞ് ഇതുപോലെ അലങ്കരിച്ച് വയ്ക്കാം. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.